ഞാൻ പഠിച്ചിരുന്നതിന് 3 കൊല്ലം മുമ്പ്. ഫ്രോഡ്. എടാ അതെ, നമുക്ക് ഈ കവിതയുടെ ഫോട്ടോ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്താലോ? എന്നിട്ട് എന്താ കാര്യം? അതവിടെ എഴുതിയത് അവനാണെന്ന് പറയും. അവിടെ എഴുതിയതിന് സാക്ഷികൾ വരെ അവനുണ്ടാക്കും. അവന്റെ സംസാരം കേട്ടാൽ അറിയാം അവനൊരു ബിഗ് ടൈം ഫ്രോഡാണെന്നുള്ളത്. ഒരു ഐഡിയ പറ ബായ്. നിങ്ങൾ പറയുന്നത് പോലെ ഇത് എഴുതിയത് മറ്റൊരാളാണെങ്കിൽ ആ ആളെ നിങ്ങൾ കണ്ടുപിടിക്കണം. അയാൾ ഇത് നിങ്ങൾക്ക് തന്നതാണെന്ന് പറയുകയും വേണം. പക്ഷേ വൺ സെക്കൻഡ്. We are discussing. Okay. COTVയിൽ നിന്ന് സന്ദീപാണ് വിളിച്ചത്. അവർക്ക് ഇന്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കോൺട്രാക്ട്? എനിക്ക് പറയാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് ക്യാൻസലായി എന്നല്ല, നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ബാക്കി ഞാൻ ഏറ്റു. ഓക്കെ, എന്നാ ശരി. ഹാരിസ് ഭായ്, ഇനി അവരെയും കൊണ്ടേ ഞങ്ങൾ ബൈ എടുത്ത് വരും. നീ ഇതെങ്ങനെ കണ്ടുപിടിക്കാനാ? വേറെന്താ വഴി പറ. അതാരാന്ന് വെച്ചാൽ നീ ഹാരിസ് ഭായിനോടെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു. അതെങ്ങനെ? ദേ മാളു, ആവശ്യത്തിലധികം ടെൻഷൻ ഇപ്പൊ ഉണ്ട്. നീ പുതിയ ഐഡിയാസും കൊണ്ട് വരല്ലേ? നീ ആയിട്ടുണ്ടാക്കിയല്ലേ ഒരു കവിത? ഞാനോ? നിങ്ങൾക്ക് ഓക്കെ പറഞ്ഞിട്ടല്ലേ? എന്തൊക്കെ? അത് നിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. എടാടാ ഒന്ന് നിർത്ത്. നമുക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോയി നോക്കാലോ. അവിടെ പോയി നോക്കാം. അവിടെ ഈ കവിത എഴുതിയാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. തന്നിടത്തോളം പണി എന്നെ ധാരാളം. വേണ്ട, ആരും വേണ്ട. ഞാനായിട്ട് ഉണ്ടാക്കിയല്ലേ, ഞാനായിട്ട് തീർത്തോളാം. മാളു, സ്റ്റേ ബാക്ക്. നിങ്ങൾ എങ്ങനെ തർക്കിച്ചുകൊണ്ടൊന്നും ഈ പ്രോബ്ലം തീരില്ല. ആദ്യം തൃശ്ശൂരുള്ള ആ കോളേജിലൊന്ന് പോയി നോക്ക്. ഓക്കെ?